ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ഡ്രീം ആളൂട്ടി. എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ വീഡിയോ ആക്കുന്നത്. രാവിലെ ഇന്ന് നൂലപ്പവും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ഗ്രീൻ പീസ് കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ് കേട്ടോ. അതിലേക്ക് ഒരു സവാളയും പിന്നെ പച്ചമുളക്, വേപ്പില, ഇഞ്ചി ഒക്കെ ഇടും കേട്ടോ. പിന്നെ കുറച്ച് മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കും. ഇവിടെ അനീഷേട്ടനും ആളൂനും നല്ലോണം വേവണം കേട്ടോ. അത് എന്ത് സാധനമാണെങ്കിലും ചോറാണെങ്കിലും നല്ലതായിട്ട് വേവണം. അത് വേകുമ്പോഴത്തേനും നൂലപ്പം ഉണ്ടാക്കാനുള്ള, നൂലപ്പം, ഇടിയപ്പം ഇങ്ങനെയൊക്കെ പറയും കേട്ടോ. നൂലപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇടിയപ്പം. ഞങ്ങൾ നൂലപ്പം എന്നോട്ടോ പറയുന്നത്, നൂലപ്പം, ഇടിയപ്പം. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നാറുള്ളതാണ് കേട്ടോ ഇടിയപ്പം. എനിക്കിഷ്ടമാണ് അതുണ്ടാക്കണത്. പിന്നെ കഴിക്കാനും എല്ലാവർക്കും ഇത് ഇഷ്ടമാട്ടോ ഇടിയപ്പം. ഇടിയപ്പത്തിന് ഞങ്ങൾ ഗ്രീൻ പീസ് കറി അല്ലെങ്കിൽ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. കൂടുതലും ഞാൻ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ സ്കൂളിൽ പോകാനുള്ള സദായി എളുപ്പം ഉണ്ടാക്കാനായിട്ട്. മുട്ടക്കറിക്ക് താമസം ഉണ്ടാവും. പിന്നെ ചിലപ്പോഴാണെങ്കിൽ തലേദിവസം കറി ഉണ്ടാക്കി വെച്ചേക്കും. ഇപ്പോൾ തണുപ്പ് കൂടുതലല്ലേ, കുറേ ദിവസമായിട്ട് പനി മാറിയും തിരിഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മലക്കുട്ടിക്ക് പിന്നെയും പനി പിടിച്ചു. സ്കൂളിൽ പോക്കൊക്കെ പെൻഡിങ്ങായി. ഡോക്ടർ പറഞ്ഞിരിക്കുന്ന റെസ്റ്റ് എടുക്കണം, കുറച്ച് ദിവസത്തേക്ക് സ്കൂളിൽ വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തണുപ്പും നല്ല തണുപ്പുണ്ട്. എന്നാ കാര്യമായിട്ട് തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. പക്ഷേ എന്താണോ ഇപ്രാവശ്യത്തെ തണുപ്പിൽ പെട്ടെന്ന് വയ്യായികളൊക്കെ വന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും മാറിയിട്ടുണ്ട്, പക്ഷെ മാളകുൻ്റെ കുറഞ്ഞിട്ടില്ല കേട്ടോ. തേങ്ങ ചിരവി കഴിഞ്ഞാട്ടം മേടിക്കുന്ന ബോക്സിലേക്ക് ഇട്ടും ഇതിലൊന്ന് അതാട്ടം നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വെള്ളം തിളച്ചു. ഇനി നമ്മൾ നൂലപ്പത്തിന് കുഴയ്ക്കാൻ പോവുകയാണ്. ചിലർ ഉപ്പ് ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ അത്ര വശമില്ല. എനിക്ക് ഉപ്പ് പൊടിയിലേക്ക് ഇട്ട് കുഴയ്ക്കാനാട്ടോ ഇഷ്ടം. അങ്ങനെയാകുമ്പോൾ എനിക്ക് പാകം അറിയുള്ളൂ, ഇല്ലെങ്കിൽ എനിക്കെന്തോ ഫ്ലോപ്പാവും. പിന്നെ നൂലപ്പം ഇച്ചിരി സ്മൂത്താവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണയും കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. ഇന്ന് അത്ര നല്ല ദിവസമായിട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. കാരണം ആളൂന് 2 ദിവസമായിട്ട് നല്ല പനിയാണ്. ഇന്നലെ ഞാൻ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ മരുന്ന് കഴിക്കാൻ, നമുക്ക് ആൻറ്റിബയോട്ടിക് ഇല്ലാതെ നോക്കാമെന്നുള്ള ഒരു രീതിയിലാണ്. 2 ദിവസം കുറഞ്ഞില്ലെങ്കിൽ വീണ്ടും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഇന്നലെ രാത്രിയൊക്കെ നല്ല പനിയായിരുന്നു. ആൾക്ക് ഉറങ്ങിയിട്ടില്ല. പിന്നെ സ്കൂളിൽ വിട്ടിട്ടില്ല. കൊച്ചുറക്കാണ്, എണീറ്റിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് വയ്യാണ്ട് വരുമ്പോൾ നമ്മൾ ആകെ മൂഡ് ഓഫായി പോയി. മാലക്കുട്ടി അത് കാരണം എഴുന്നേറ്റിട്ടില്ല. അനീഷേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കണം ഓഫീസിൽ പോകാനായിട്ട്. നമ്മൾ നൂലപ്പം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് റെഡിയായിട്ടോ. ഇനി അടുപ്പത്തേക്ക് വയ്ക്കാം. നൂലപ്പം വേവിക്കാനായിട്ട് വെച്ചിട്ട് ഗ്രീൻ പീസ് വെന്തിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇച്ചിരി തേങ്ങ അരച്ചൊഴിച്ച് തിളപ്പിക്കണം ഇനി. അപ്പോൾ തേങ്ങ അരയ്ക്കാനായിട്ട് ഞാൻ തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഏലക്ക, ഒരു വെളുത്തുള്ളി, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, അങ്ങനെയായിട്ട് ഞാൻ അരയ്ക്കുന്നത്. ഗ്രീൻ പീസ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഈ വീഡിയോ പിടിച്ചുകൊണ്ടുള്ള പാചകവും വീട്ടിലെ പണികളൊക്കെ ഞാൻ ഇപ്പോൾ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്നുള്ളൊരു ഫീല് ശരിക്കും തോന്നാറേ ഇല്ല. എന്നാൽ ജോലി ചെയ്യുന്നത് നല്ല എൻജോയ് ചെയ്ത് ചെയ്യാനും പറ്റുന്നുണ്ട്. എന്താ പറയുക, എല്ലാ ജോലിയിലും ഒരു പ്രത്യേക സന്തോഷം തോന്നുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ. ഒരു വളരെ കാമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു, പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം ഒന്ന് പകർത്തി വെക്കാമെന്ന് വിചാരിച്ച് പകർത്തി വെച്ച് കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോൾ അനീഷേട്ടനൊന്ന് പുറത്ത് പോയേക്കാം കേട്ടോ. അപ്പോൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം എടുത്ത് വെച്ചിട്ട് വിളിക്കണം. അനീഷേട്ടനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അനീഷേട്ടൻ ദൂരെയാണ്, അവിടെ നിന്ന് കഴിച്ചിട്ടേ വരുള്ളൂ, കഴിച്ചോളാം മുന്നോട്ട്. അങ്ങനെ ഞാൻ തന്നെയാണ് കേട്ടോ ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.